എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് ജില്ലയിൽ വിപുലമായ സ്വീകരണം നൽകുമെന്ന് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ എം.എൽ.എ. യാത്രയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം പറഞ്ഞു. പുതുയുഗയാത്രയുടെ മലപ്പുറം ജില്ലാ പര്യടനം വൻ വിജയമാക്കാൻ UDF പ്രവർത്തകർ സജ്ജരാണെന്നും അദ്ദേഹം അറിയിച്ചു. ഈ മാസം 13, 14 തീയതികളിലായി ജില്ലയിലെ 12 കേന്ദ്രങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 13 രാവിലെ 10 മണിക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷം മലപ്പുറത്ത് സമാപിക്കും. രണ്ടാം ദിനം വേങ്ങരയിൽ നിന്ന് ആരംഭിച്ച് എടപ്പാളിലാണ് സമാപനമെന്നും അദ്ദേഹം പറഞ്ഞു. UDF നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഈ വരുന്ന 13-ാം തീയതിയും 14-ാം തീയതിയും മലപ്പുറം ജില്ലയിലെ 12 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയാണ്. ഒന്നാമത്തെ ദിവസത്തെ പര്യടന പരിപാടി കുണ്ടോട്ടിയിൽ നിന്ന് ആരംഭിച്ച് രാവിലെ 10 മണിക്ക് കുണ്ടോട്ടിയിൽ സ്വീകരണം നൽകിയ സ്വീകരണത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ച് അന്നേ ദിവസം അരീക്കോട്, അതുപോലെ നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മലപ്പുറത്ത് സമാപനമാണ്. രണ്ടാമത്തെ ദിവസം വേങ്ങരയിൽ നിന്ന് ആരംഭിക്കുന്ന പുതുയുഗ യാത്ര വൈകിട്ട് എടപ്പാളിൽ അവസാനിക്കും. UDFൻ്റെ പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെ ആ ജാഥയിലുണ്ടാവും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അന്ന് ജാഥയെ അഭിസംബോധന ചെയ്യാൻ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. 2 ദിവസത്തെ പ്രോഗ്രാം ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ 12 കേന്ദ്രങ്ങളിൽ സ്വീകരണ സമ്മേളനങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെയും മറ്റന്നാളുമായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തും. വലിയ രീതിയിലുള്ള UDFൻ്റെ മലപ്പുറം ജില്ലയിലെ കരുത്ത് പ്രകടിപ്പിക്കുന്ന സമ്മേളനങ്ങളായിരിക്കും ഓരോ സ്വീകരണ സമ്മേളനങ്ങൾ. അല്ല, നമ്മൾ അവിടെ അദ്ദേഹം ഉദ്ഘാടന സമ്മേളനത്തിനുണ്ടായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് കാസർഗോഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അല്ല, ഉദ്ഘാടന സമ്മേളനം ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അസോസിയേറ്റഡ് മെമ്പറാണ്. അപ്പോൾ പങ്കെടുക്കുക വലിയ ക്വസ്റ്റ്യനും പ്രസക്തിയില്ല അതിനകത്ത്. അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സംസ്ഥാനതല ജാഥയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കാസർഗോഡ് വന്നതാണ്. പിന്നെ ഇപ്പോൾ അതിനകത്തൊരു ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.